ഭയങ്കര പേടിയായി നമുക്ക് വേണാവോ ഹാപ്പി. അപ്പൊ ഇന്ന് സർജറി ഡേ ആണ്. ഇവിടെയാണ് കേട്ടോ ഞാനും സിംഗി കൂടി ഉറങ്ങിയത്. പിന്നത്തെ നമ്മുടെ സർജറിക്ക് റെഡി ആയിട്ട് ഉമ്മ ഇരിക്കുന്നു. ഉമ്മ എങ്ങനെയുണ്ട്? ആണല്ലേ. ഇവിടെ അലർജി ഉണ്ടോ നോക്കാൻ വേണ്ടി ടെസ്റ്റ് അടിച്ചിരുന്നു. കാരണം ഇപ്പൊ സമയം ഒരു 5:30 അല്ലേ, 5:30. അപ്പം ഇനി പെട്ടെന്ന് ഇങ്ങനെ മാറ്റുക. ഇപ്പൊ സിംഗി കുളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിതാ ഇതെന്തിനാണ് അത് ഇന്നലെ ട്രിപ്പ് ഇടാണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കണില്ലല്ലോ അതുകൊണ്ട് അല്ലേ. അപ്പൊ ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നേരം കേറ്റൂല്ലേ സർജറിക്ക് ഇടാനുള്ള അല്ലേ. നമ്മുടെ സൈബമ്മോട് വന്നിരിക്കാണ്. എവിടെയായിരുന്നു ഈ റാശി ഇപ്പൊക്കെ ഒന്നുണ്ട്? വീട്ടിലാ? സീബ വന്ന് എന്തേ മുടി മടങ്ങിട്ട് വേണ്ടി മരുന്ന് കൊടുത്തിട്ട് ഓക്കെ അല്ലേ? അലർജി ഒക്കെ ഉണ്ടോ അറിയേണ്ട ടൈം കഴിഞ്ഞില്ലേ? എപ്പോഴായിരിക്കും കൊണ്ടുപോവാ? നെബുലൈസ് ചെയ്തോണ്ടിരിക്കും. പിന്നെ ഇല്ല അല്ല ചെയ്ത ആദ്യം കയറി കയറുമ്പോഴേ ഉള്ളായിരുന്നു. ഇപ്പം ഇല്ല വേറെ, പക്ഷെ തൊടുമ്പോഴേ ഉള്ളൂ. തൊടുമ്പോൾ പ്രശ്നമുണ്ട്. അത് പൊള്ളിയാണ്. സിസ്റ്റർ എപ്പോഴായിരിക്കും? 9 മണി കഴിയും എന്തായാലും. ഈ കയ്യില് ടെസ്റ്റ് ഡോസ് എടുത്തില്ല. അലർജി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അതെ, ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. അപ്പം എന്തായാലും ഇപ്പം നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ പോയി കഴിച്ചൊരു 9 മണിയൊക്കെ ആകുമ്പോൾ 9 മണി കഴിയുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അതാണ് ഏർലി മോർണിംഗ് എണീറ്റതും റെഡി ആയതൊക്കെ. നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി റെഡിയാണ്. അപ്പം നമ്മൾ നേരെ പോയി കഴിച്ചാൽ പിന്നെ പ്രാവശ്യമൊക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ നമ്മളെന്താന്ന് പറഞ്ഞാല് രാത്രിയും ടൈമും ഇവന്റെ മാറി നിൽക്കട്ടെ. ഇവരെ ആരും ഇല്ലെന്ന്, നമ്മള് മാത്രമേ ഉള്ളൂ. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 4 o'clock വന്നിട്ട് മരുന്ന് വെച്ചു. എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഇന്നലെ കിടക്കുമ്പോ തന്നെ ടൈം അയക്കുന്നു. കിടന്നിട്ടില്ല സത്യം പറഞ്ഞല്ല. കുറച്ച് സമയം ഇടയിൽ, അതായത് ഇടയിൽ 3 പ്രാവശ്യം ഇട്ടു രാത്രി തന്നെ അല്ലേ. ഇന്നലെ ഉറങ്ങിയത് മാത്രമേ കറിയുള്ളൂ. ആണല്ലേ, അത് നന്നായിട്ട് ഉറങ്ങിയതിനെ കൊണ്ട് തോന്നണതാ അല്ലേ. ഇതിലൊരിത്തിരി പോലും ഞാൻ എസ്പെഷ്യലി ഞാൻ പിന്നെ ഉറങ്ങിയിട്ടുണ്ട്. റോഷൻ തീരെ ഉറങ്ങിയിട്ടില്ല. കാരണം ഞാനാണ് പിന്നെ ഞാൻ ഒരു മരുന്ന് കുടിക്കുന്നോണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെ റോഷനാണ് പിന്നെ ഉമ്മക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എണീച്ചത്. സൺറൈസ് കാണാം, നല്ല തണുപ്പല്ലേ രാവിലെ തന്നെ. നല്ല സുഖമുണ്ട്, നല്ല ഫീല്. കോമഡി ഉണ്ട്, എന്താ പറയാ. എന്നോട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഓക്ക് കുറച്ച് നല്ല ക്രഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കഴിക്കാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഓളോട് ചോദിച്ചിട്ടാ. അപ്പൊ ഓള് പറഞ്ഞ് ഓള് ഇതിന്റെ 2 എണ്ണം ഇതിന്റെ സൈസ് കാണാം. ഇത്ര വലുതാ, ഇത്ര വലുത്. ബ്രോ 2 ഇഡ്ഡലി ഇത്ര വലുത് 2 പ്ലേറ്റ്. ഓളെ ഫേവറേറ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ഞാൻ ചോദിക്കുന്ന മോശം. നല്ല ഐഡിയ അറിയാം അവൾക്ക്. നോക്കിയാ ഇപ്പൊ പറയാ ഇത്ര വലുപ്പത്തിലൊന്നും ഇല്ലാതെ. ഇത്രയൊന്നുമില്ല, ഞാൻ ഒന്നേ കഴിച്ചോളൂ.
കഴിച്ചോളൂ ഇതൊക്കെ. ആദ്യേ ഇതിന്ന് കൈയിടാൻ നോക്കിയതാ, ഇപ്പൊ ഓൾക്ക് മതിയായി. ഇല്ല നമ്മളതൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ 2 ഇഡ്ഡലിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ടൈമുണ്ട്, കഴിച്ചോ. എന്നെ കൊണ്ട് ഫുള്ള് തിന്നിട്ട് വരും. എത്ര സൈബ? 2 എത്ര വലിപ്പമുള്ള സൈബ? എത്ര വലിപ്പമുള്ള? ഒറ്റ ഇരിപ്പില് 2 നെയ് റോസ്റ്റ് അകത്താക്കിയാണ്. എന്താണ് ബടായി വാസു സൈബ? എല്ലാരും ഇനി സൈബനും എല്ലാരും കമന്റിൽ എന്ത് ചെയ്യാ? അല്ല അത് മറ്റേ അല്ല ഒറ്റ ഇരിപ്പില് 2 നെയ് റോസ്റ്റ് അകത്താക്കിയാണ്. കോമഡി പറഞ്ഞിട്ടേ, ഏതായാലും സർജറിന്റെ മുന്നേ ഒരു കോമഡി ആയിക്കോട്ടെ അല്ലേ? വിടല് വാസു നിങ്ങളെ മോള് വിടലംസേ. നിങ്ങളെ ഉമ്മ വന്നത് വയറുവേദന ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്പൻഡിക്സ് പഴുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പൻഡിക്സിൻ്റെ ഇൻഫെക്ഷൻ കുറച്ച് ഗൗരവത്തിലുണ്ട്. കാരണം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ 9 mm ആണ്, പിന്നെ കൗണ്ട് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മെഡിസിൻ ട്രൈ ചെയ്യുന്നത് സേഫ് അല്ല. കാരണം അത് പൊട്ടി ഇൻഫെക്ഷൻ വ്യാപിക്കാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഏറ്റവും സുരക്ഷിതം അത് കീഹോൾ കൂടെ അപ്പൻഡിക്സ് എടുത്ത് ഒഴിവാക്കുന്നതാണ്. കോംപ്ലിക്കേഷൻ ഒന്നും കീഹോൾ സർജറി ഇല്ല, സേഫ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. 1-2 ദിവസം നിൽക്കേണ്ടതുള്ളൂ. നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. ഇപ്പൊ നമ്മള് വീട് കുറച്ചായി നമുക്ക് ഈ വയറുവേദനയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ വീട് മാറലിന്റെ ഒരു ഇതായതിനെ കൊണ്ടാണ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തത്. അപ്പൊ ഇതൊരു എന്താ പറയാ, ഇങ്ങനെ കുറച്ച് വെച്ച് നിന്ന് കഴിഞ്ഞാല് കുറച്ചൊരു സീനാവോ? അപ്പൻഡിക്സ് പല ടൈപ്പിൽ പ്രസന്റ് ചെയ്യുക. ആളുകൾ ചിലപ്പോൾ കുറേ കാലങ്ങളായിട്ട് ചെറിയ പെയിനുകളായിട്ടാണ് ഒരു കാറ്റഗറി ആളുകൾ വരിക. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. അപ്പോൾ എമർജൻസി സർജറിൻ്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവാറില്ല. മെഡിസിൻ തന്നെ കൊടുത്ത് പോകാവുന്നുള്ളൂ. ചില ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പെയിൻ വന്ന് പഴുത്ത് പൊട്ടിയിട്ടും വരും. പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഡേഞ്ചർ തന്നെയാണ്. അപ്പം നമുക്കത് അസുഖം ഇതാണെന്ന് മനസ്സിലായി വലിയ സർജറി ആയി മാറും. പിന്നെ അത് ചിലപ്പോൾ കീഹോൾ കൂടെ നിൽക്കില്ല, വയറ് മൊത്തം തുറക്കേണ്ടി വരും. അപ്പം ഇപ്പം തന്നെ കണ്ടുപിടിച്ചു അത് അസുഖം ക്ലിയർ ആണ്, വളരെ നിസ്സാരമായിട്ട് നമുക്ക് എടുത്ത് കളയാം എന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. ഇതെങ്ങനെയായിരിക്കും പെയിന്? ഇത് വലത്തെ സൈഡിലാണ് വരിക. പൊക്കിളിന്റെ വലത്തെ സൈഡിൽ കുറച്ച് താഴെയായിട്ട് അവിടെയാണ് ഇതിന്റെ പെയിൻ വരിക സാധാരണഗതിയിൽ. അല്ലാതെയും വരാം, ഏത് ഏജിലും വരാം. ചെറിയ കുട്ടികളൊന്നും വലിയ ആൾക്കാരൊന്നും ഇല്ല, ഏത് ഏജിലും പ്രസന്റ് ചെയ്യാറുണ്ട്. ഡയഗ്നോസ് ചെയ്താൽ പിന്നെ ഒഴിവാക്കാണ് നല്ലത്. പിന്നെ ചില കാറ്റഗറി ആളുകൾ ഹൈ റിസ്ക് പേഷ്യൻസ് ഉണ്ടാവും, അവർക്ക് പെട്ടെന്ന് ചെയ്യേണ്ടവരുണ്ടാവും. ചിലർ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ എല്ലാ പെയിനും അപ്പൻഡിക്സ് ആയിക്കോണമെന്നില്ല, വേറെ കല്ലുകൾ പല ടൈപ്പ് കാര്യങ്ങളെ കൊണ്ടും വരാം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സാർ. വെൽക്കം. അപ്പൊ ചെയ്യാലോ നമുക്ക്? ഓക്കെ. റിലാക്സ് ചെയ്ത് വരുന്നു കേട്ടോ. അപ്പൊ ഉമ്മനെ സർജറിക്ക് കയറ്റിയിട്ടുണ്ട്. കയറ്റി കഴിഞ്ഞ് കുറച്ചേരായി നമ്മളിത് അവിടെ കുളിച്ച് റെഡി ആവാൻ വേണ്ടി വന്നത്. കാരണം രാവിലെ എണീച്ചല്ലേ, 4 മണിക്ക് എണീച്ചു. അത് നമ്മളിന്ന് ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങിയില്ല. അതിന്റെ ഇടയിൽ 12 മണിക്ക് ഉണ്ടായിരുന്നില്ലേ? അതിന്റെ ഇടയിൽ ഉമ്മ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി ട്രിപ്പ് ഇട്ടതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പൊ അപ്പൻഡിക്സിന്റെ കഴിഞ്ഞിട്ടോ, ഇനി യൂട്രസ് റിമൂവ് ചെയ്യണതിന്റെ ഉള്ള സർജറി നടക്കുന്നത്. അപ്പൊ അത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് കുളിച്ചു മാറ്റി പോവാന്ന് വിചാരിച്ചു. റാഷി അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ സൈബൊക്കെ കിട്ടുന്നില്ല. സൈബ ഓക്കെ. അപ്പൊ ഇതിന്റെ കഴിഞ്ഞ നമ്മളെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ പറയണം എന്നുള്ളത്. അപ്പൊ നമ്മളത് മാക്സിമം കഴിയുന്നിടത്തോളം വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയർ ആയത് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ കുളിച്ചു മാറ്റട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇനി യൂട്രസ് റിമൂവ് ചെയ്യുന്ന കൂടെ ഉണ്ട്. ചിലപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പൊ ഇപ്പൊ റാഷി അവിടെ ഉണ്ട്, എന്നാലും നമ്മളങ്ങോട്ട് പോട്ടെ അല്ലേ? ഞാൻ സിങ്കി ഒന്ന് ഇതാക്കാൻ വേണ്ടി വന്നത്. ഓള് മാറ്റി ഈ കുളി രാവിലെ തന്നെ കുളിച്ചതാണ് ഞാൻ. പിന്നെ അതിന്റെ ഇടയിൽ ഓരോ വന്ന് മറ്റൊരു വന്ന് അല്ലേ, ഇവിടത്തേക്ക് നഴ്സുമാരൊക്കെ വന്ന് പിന്നെ അതിന്റെ ഇടയില്
ടൈം പോയി കിട്ടിയില്ല. കുളിക്കാനും ഇതിനൊന്നുള്ള ടൈമൊന്നും കിട്ടിയില്ല. ജൈബമോള് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ ഉമ്മനെ കയറ്റിയപ്പോ. എന്താണ് ഉമ്മനെ ഉള്ളോട്ട് കയറ്റിയപ്പോ എന്താ തോന്നിയത്? മെഷീനെ ഉള്ളോട്ട് കയറ്റിയപ്പോ ഭയങ്കര പേടിയായി. നമുക്ക് വേദനാവോ, ഉമ്മച്ചിക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോ വേദനാവോ അങ്ങനെയൊക്കെ. അച്ചാടാ ഉമ്മച്ചി കരയും അങ്ങനെയൊക്കെ. എനിക്ക് നല്ല ഉമ്മ വേഗം വരും. എന്റെ ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ പറഞ്ഞത്. ആ ഇനിയിപ്പോ യൂട്രസിന്റെ കൂടെ ഉണ്ട്. പോലെ യെസ്. ഇപ്പൊ നമ്മളമ്മ അത് കഴിഞ്ഞ് അടിപൊളിയായി വരുന്നത് നമുക്ക് കാണാം അല്ലേ? റെഡി? വാ ഫുഡ് കഴിക്കാൻ പോ. ഫുഡ് കഴിച്ചിട്ട് ഓരോ ഒരു ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അല്ല റാശി വിളിച്ചു ചോദിക്കുന്നത് നമ്മളോട് പോയി കഴിക്കാനാ പറഞ്ഞ സൈഡ് മുകളിൽ. നമുക്ക് അവിടെ പോയി നിൽക്കാം. ഓക്കെ നമ്മൾ പോയി റെസ്റ്റ് ചെയ്യട്ടെ. അതെ. ഹാപ്പി കൂൾ കഴിഞ്ഞ് നമ്മള് ഹാപ്പി. ഇനി ചിരിച്ചാ മതി നമുക്ക് അല്ലേ സിസ്റ്റർ? എന്തെല്ലാം കഴിഞ്ഞ് സൈബ് മോളോ? സൈബ് അവിടെ ഉണ്ട്, പുറത്തുണ്ട്. സൈബ് ഒന്ന് കണ്ടോ? പക്ഷെ ഒന്നും പറയുന്നു ഒറ്റ വൈഫിനെ കൂടെ ഒന്ന് പറഞ്ഞു. ഒറ്റ ഹാപ്പിയാണ്. അങ്ങനെ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പതാ നേരെ ICUലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് ആ ഒരു അല്ലേ നമ്മള് പോയി കണ്ടു. അതെ നമ്മളെല്ലാരും ഐസിയിലേക്ക് മാറ്റുന്ന ടൈമില് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? എന്താണ് ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അറിയിക്കാം. നമുക്ക് കുറെ കമന്റ് ഉണ്ടായിരുന്നു ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഇതിപ്പോ കൂടുതൽ ആൾക്കാരില്ലേ ഉണ്ട് തോന്നുന്നില്ല ഈ ഒരു സംഭവം. യൂട്രസ് റിമൂവ് ചെയ്യുന്നത് ഭയങ്കര കോമൺ ആണ്. പക്ഷെ കുറച്ച് അതിനെ പറ്റിയുള്ള നോളജ് കുറവുകൊണ്ട് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ. അതെ നീ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇത് ചെയ്തത് ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി എന്ന് പറയും. അതായത് നോർമൽ അല്ല, പിന്നെ താക്കോൽദാര ശസ്ത്രക്രിയല്ലേ അതാണ് ഇതിലും ചെയ്തേക്കുന്നത്. നോർമലി ഇങ്ങനെ കീറി മുറിച്ചിട്ടുള്ളതല്ലാണ്ട്. അപ്പൊ ഇതില് ബ്ലഡ് ലോസ് കുറവായിരിക്കും, ടൈം പെട്ടെന്ന് കഴിയും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം പറഞ്ഞുതരാം, ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും നമുക്ക് വിശക്കണ്ടേ, ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. എന്നിട്ട് ബാക്കി റാഷിയും സേബി ഉപ്പി ഉമ്മയൊക്കെ പോയി. ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മയില്, അവിടേക്ക് വിളിക്കും. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതിന് മുന്നായിട്ട് ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. സർജറിക്ക് കാണാൻ വേണ്ടിട്ട് ഇതാ വന്നിരിക്കുകയാണ്. നിങ്ങൾ വന്ന ടൈം തെറ്റി, അല്ലെങ്കിൽ വൈകുന്നേരം വരണേന്ന്, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അല്ല അല്ല നിങ്ങൾക്ക് ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ലേ? അല്ല ഒന്നും പറയാനില്ല. ചാപ്പി താത്തി ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? അല്ല നിങ്ങൾക്ക് റൂമിലേക്ക് ഇരുന്നോളി. സാജി കുഞ്ഞാമ അതെ സാജി കുഞ്ഞാമക്ക് ഇത്തിരി ആറ്റിറ്റ്യൂഡ് ഉള്ളതാണ്. ഈ ആദ്യമായിട്ട് കാണല്ലേ? അത് കുറച്ച് ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഇതാണ്. കണ്ടില്ല ആ ചിരിയിൽ കണ്ടില്ലേ ഈ കണ്ടില്ല ആ മോഡലില്ല. ഈ ആദ്യമായിട്ട് കാണല്ലേ അത്? പിന്നെ മാമന് ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ മാമന് ഇത്തിരി ആറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലേ? ഇല്ലേ സർജറി ഒക്കെ കഴിഞ്ഞ് ഉഷാറാണ്, ഹാപ്പിയാണ്. രാജു ഞാൻ ഇവിടെ നിൽക്കണ്ടോ? അങ്ങനെ ഒന്ന് തുറന്ന് സംസാരിക്കൂല. ചിലപ്പോ നിന്നെ കണ്ടിട്ടിരിക്കും. കാരണം നമ്മള് ഫാമിലിന്റെ ഇടയിൽ ഇങ്ങനെ പറയലുണ്ട്. ഈ ഇപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടി എന്നെ മിങ്കിളാവുമ്പോഴേ സംസാരിക്കുള്ളൂ. സംസാരിച്ച നല്ല ആളാ, പക്ഷെ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട് തോന്നുന്നു. ആണല്ലോ, എന്നാ കട്ട് ചെയ്തിട്ടുള്ള ആ കാര്യം ഞാൻ കേൾക്കട്ടെ. ICUവിന്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ തോന്നുന്നു 1 by 1 ആണ് കടത്തി വിടാവുന്നല്ലേ? നല്ലോണം മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടില്ലേ, മാസ്ക് ഒക്കെ ചെയ്തിട്ടായിരിക്കും എനിക്കും തോന്നുന്നത്. ഒരാൾ കയറുമ്പോ അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ICUവിന്റെ അല്ലേ ഉള്ളിൽ കയറാൻ പോണത്. ഞാൻ ആദ്യമായിട്ടാ. നീ കയറിയിട്ടുണ്ടോ? ഞാനും കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈം. ഞാനും കയറിയിട്ടൊന്നുമില്ല. നമുക്കൊരു ഗോളൊന്നും പോയി കാണാമെന്നില്ല.
ആ കോളിന് വേണ്ടി വെയിറ്റ് Wait ചെയ്യാറുണ്ട്. എക്സൈറ്റഡ്, ഹാപ്പി. ഫുൾ ഹാപ്പി ആയില്ല? കുറച്ച് ഹാപ്പി ആവാം, അതന്നെ. അല്ലാതെ നമ്മളെപ്പോഴും സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അവിടെ എവിടെ ഉണ്ടാവില്ലേ, അതിന്റെ ഉള്ളിലായിരിക്കും. നമ്മളെ മറ്റേ സിസ്റ്റർ കൂട്ടിക്കൊണ്ടുപോകാം. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ശരിക്കും കണ്ടില്ലേ? വിടണില്ല, ഇങ്ങനെ പോകുമ്പോഴേക്കും പിന്നെയും സംസാരിക്കണ്ട്. അതെ, ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനല്ല, ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ 6 മണിക്കായിരുന്നു നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഇപ്പൊ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കാണുന്നത് ഇപ്പൊ മോർണിംഗ്, ഏർലി മോർണിംഗ്. നമ്മൾ മുഖം കാണുമ്പോഴും സംസാരം കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ 6:30 AM ആണ്. അപ്പൊ നമ്മൾ കണ്ടു. ഇന്നലെ എനിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ, വീഡിയോ എടുക്കാൻ അവിടെ ഉള്ളിൽ പറ്റിയിട്ടില്ല. എനിവേ ഹാപ്പിയാണ്. ഇന്നലെ വൈകിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. ഇതുവരെ ഫുഡ് കൊടുത്തില്ല. ഫുഡും വെള്ളവും പക്ഷെ ഡോക്ടർ കണ്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട്, അത്ര ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്. ഡോക്ടർ വന്നിട്ട് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തില്ല, തുടച്ചെന്നാ പറഞ്ഞു. അല്ല, കുറച്ച് പിന്നെ തൊണ്ട അങ്ങനെ ഡ്രൈ ആയിട്ട്. അതെ, ആ ഡ്രൈ ആയതിനെ കൊണ്ടത്. അപ്പൊ എന്തായാലും ഇതിവിടെ ആള് ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. പ്രശ്നമൊന്നുമില്ല, വേദന നോക്കാം, ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞത്. അതെ, ഇനി ഡോക്ടർ വരണം. ഡോക്ടർ 10 മണി 11 മണിയാവും. വന്നിട്ടാണല്ലേ ഇതിന്റെ ഇനി എന്താന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാം. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോയാലോ? നടന്നോ? എന്താ ഹാപ്പിനെസ്സിൽ മോർണിംഗ് അല്ലേ, നോക്കിയാൽ നേരം വെളുക്കുന്നുള്ളൂ. നമുക്കൊരു ചായ. നിനക്ക് കോഫി വേണ്ടേ? എനിക്ക് ബ്രോ 2 കോഫി. നമ്മളുള്ളത് ഇവിടെ മിംസിന്റെ, നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ്? യെസ്, ഇപ്പൊ ഒരു കോഫി തന്നെ. മോർണിംഗ് ഒരു കോഫി അല്ലേ, ചില്ലായി. ഇമ്മനെ കണ്ടപ്പോ തന്നെ കുറച്ച് ചില്ലായി നമുക്ക്. എനിക്കൊരു 2 ഷുഗർ. ഞാനാ നോക്കുന്നത്. നല്ല പൊട്ടത്തി കേട്ടോ ഈ. ഓരോരു വട്ടം പറഞ്ഞു എന്നോട് അവിടെ പോയിട്ട് ചെയ്തോളി. ഞാൻ അവിടെ വന്നപ്പോ കണ്ടപ്പോ തന്നെ എന്നെ വിളിക്കലുണ്ട്. നമ്മൾ ഇന്നലെ വെയിറ്റ് ചെയ്ത ഇന്റർനാഷണൽ ലോഞ്ച്, അടിപൊളി ലോഞ്ച് അല്ലേ? ഇത് നമ്മളെ സെക്ഷനിലേക്ക് കയറുന്നതിന്റെ താഴത്തുള്ളതാ. സോ കഫേ വൈബാണെങ്കിലും അതുപോലെ തന്നെ സാധനം മേടിക്കാനാണെങ്കിലും ഒക്കെ അത്യാവശ്യ സാധനങ്ങൾ, പിന്നെ മറ്റേ ചായക്കടികളൊക്കെ കിട്ടും. യെസ്, ചെടിയാണ് എല്ലായിടത്തും ഉണ്ട്. ഈ ചെടിയാട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് റൂം മാറി കയറി എന്ന് പറഞ്ഞ പാത്രത്തിന്റെ. അതെ അതെ, ആ അഡ്മിറ്റ് ആക്കാൻ വരുമ്പോഴല്ലേ അതിലും പറയുന്നുണ്ട് ഈ ചെടികൾ. ഇതാണ് ഇട്ട ചെടി. അതായത് ഞാൻ കാണിച്ചില്ല, ഇവിടെ വാ, എന്താ സംഭവം കാണിച്ചത്. അതായത് ഈ ഇവിടുന്ന് ലിഫ്റ്റിലേക്ക് പോവാ തൊട്ടപ്പുറത്താട്ടോ. നിങ്ങൾക്ക് കാണിച്ചിട്ട് 2 ഭാഗം. നേരെ തന്നെ നോക്കുമ്പോൾ കണ്ടില്ലേ, അവിടെ 2 ചെടിയുണ്ട്. അതുപോലെ തന്നെ അവിടെ 2 ചെടിയുണ്ട്. സോ ഒരുപോലത്തെ സ്ഥലമാണ് അല്ലേ? ഞാനും എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പക്ഷേ എൻ്റെ ഐഡിയ എന്താ പറഞ്ഞാൽ, ഇവിടെ ഒരു സിസ്റ്റേഴ്സൊക്കെ നിൽക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട്. എൻ്റെ ഇവിടെ ലിഫ്റ്റ് ഇറങ്ങുന്നത്. സോ ഇത് റൈറ്റ് സൈഡിലെ ഇവിടുന്ന് നേരെയാണ് ഞാൻ ഇങ്ങോട്ട് വരില്ലേ. അതുകൊണ്ട് കിട്ടിട്ടാത്ത ചെടിയുണ്ട്. അത് ഞാൻ കാണിച്ചു കൊടുത്ത് എല്ലായിടത്തും ചെടി അടയാളം വെച്ചേക്കുന്നത്. അല്ല, അപ്പൊ ഇതില് ലാസ്റ്റ് നമ്മളത് പോയിട്ട് അതായത് അപ്പുറത്ത്, അതായത് നോക്ക് അതില് ആ അറ്റത്ത് പോയിട്ട് അവിടുത്തെ അറ്റത്താണ് മൂപ്പര് പോയി തുറന്നത്. അപ്പൊ രാവിലെ എണീറ്റ് ഇമ്മനെ പോയി കണ്ടപ്പോ തന്നെ നമുക്ക് ഒരു സമാധാനം കാര്യം ഹാപ്പിയായി.
അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞാല് ഇനി മംഗലത്തമ്മയും റാഷും വരുന്നുണ്ട്. മംഗലത്തമ്മനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഏത് സർജറിന്റെ കാര്യം സർജറി നടന്നെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പൊ മംഗലത്തമ്മ, കാരണം മംഗലത്തമ്മ വിഷമിക്കുമല്ലോ, ഭയങ്കര പെട്ടെന്ന് വിഷമിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വിഷമിച്ചൊന്നും ഇതാവണ്ടല്ലോ വിചാരിച്ചിട്ട് പുള്ളിക്കത്തി അത്യാവശ്യം മേജ് ആയല്ലോ, അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി റാശി പോയിട്ട് രാവിലെ പോയിട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും മിംസിലേക്ക്. നമ്മൾ കോട്ടക്കൽ മിംസിലുള്ളത്. അതേപോലെ തന്നെ 10 മണി 11 മണി ആകുമ്പോൾ നമ്മുടെ ഡോക്ടർ ഉമ്മനെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ഷിഫ്റ്റ് ചെയ്യോ ഇന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് ഇനി എന്താണെന്ന് അറിയില്ല. അപ്പം അതും കൂടി അറിയണം. ഷിഫ്റ്റ് ചെയ്ത് റൂമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നൈസായി അല്ലേ. അപ്പൊ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇന്നലെ മുതലേ തുടങ്ങിയ വീഡിയോ ആണ്, അതിവിടെ നമ്മൾ നിർത്തുകയാണ്. ഇതിന്റെ ഈ യൂട്രസ് റിമൂവ് ചെയ്യണതിന്റെയും അതേപോലെ തന്നെ അപ്പൻഡിക്സിന്റെ ഇതിനെ കുറിച്ചുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോസിലൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇതുവരെ പ്രാർത്ഥിച്ച എല്ലാവർക്കും അല്ലേ ഭയങ്കര പോസിറ്റീവ് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എല്ലാരും എന്താ പറയാ പ്രാർത്ഥിക്കും, ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ഫാമിലി പോലെ നിങ്ങൾ പ്രാർത്ഥിക്കും ദുബായിലും. നമ്മളിപ്പം പേഴ്സണൽ ഇൻബോക്സിലായിക്കോട്ടെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, അല്ലാതെ ഇപ്പൊ കമന്റിൽ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ എല്ലാരും ചോദിക്കുന്ന സുഖായോ എന്താണ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ എല്ലാരോടും നമ്മള് താങ്ക്സ് പറയാണ്. ഓക്കെ ബൈ, താങ്ക് യു.